എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ് ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടഡ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി കാണേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കടന്നാലോ? യെസ്, ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ് അഥവാ ഇന്നത്തെ ചേരുവകൾ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് MCQs. അഡോളസൻറ്റ് സൈക്കോളജിയുടെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള MCQs ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഗോസ് ദ ഫസ്റ്റ് വൺ. വാട്ട് ആർ റിക്വയർഡ് ഫോർ ഗുഡ് ടീച്ചിങ്? ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ റിക്വയർഡ് ഫോർ ഗുഡ് ടീച്ചിങ്? ഓപ്ഷൻസ് ആർ ഡയഗ്നോസിസ്, റെമഡി, ഡിറക്ഷൻ, ഓൾ ഓഫ് ദി എബോവ്. ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വി ഹാവ് ടു ഡിസ്കസ് സംതിങ്. നമ്മൾ ഓൾറെഡി കുറച്ച് ടെസ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ ടെസ്റ്റുകളാണ്? ഡയഗ്നോസിസ്, റെമഡിയൽ, അച്ചീവ്മെൻറ്റ്. ഡയഗ്നോസിസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടു ഐഡൻറ്റിഫൈ ദ ഏരിയസ് ഓഫ് ഡിഫിക്കൽട്ടീസ്. റെമഡിയൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ദ സ്ട്രാറ്റജി യൂസ്ഡ് ബൈ ദ ടീച്ചർ ടു റിമൂവ് ദ വീക്ക്നെസ് ഓഫ് ദ ലേണർ. ദെൻ വാട്ട് അബൌട്ട് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്? ടെസ്റ്റ് ഓഫ് ഡെവലപ്ഡ് സ്കിൽ ഓർ നോളജ്. ആൻഡ് ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് all of the above. What are required for good teaching? All of the above. Diagnosis, remedy and direction. And the second one is effectiveness of teaching has to be judged in terms of options are course coverage, students' interest, learning outcomes of students, use of teaching aids in the classroom. And the correct option is learning outcomes of students. നമുക്കറിയാവുന്ന കാര്യമാണ് എന്ത്? ഇൻപുട്ട് ഓഫ് എ ടീച്ചർ ഇംപ്ലൈഡ് ഇൻ ടു ലേണേഴ്സ് ലേണിംഗ് ഔട്ട്കം. ഒരു ടീച്ചറിൻ്റെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലേണർ എന്തായിരിക്കും? അത് ലേണേഴ്സ് ഔട്ട്കമായിട്ട് തിരിച്ചു തരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് അങ്ങനെയാണ്. സോ effectiveness of teaching has to be judged in terms of learning outcomes of students. And the third one is on the basis of summative test. A teacher is interpreting his or her students' performance in terms of their wellness life style evident in behavior. This will be called, options are formative testing, CCE, norm reference testing, criterion reference testing. ഉത്തരത്തിലേക്ക് കടക്കുന്ന മുമ്പായിട്ട് ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടേ. ഫോർമാറ്റീവ് ടെസ്റ്റിംഗ് പറയുകയാണെങ്കിൽ ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റ് ഓർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എ പ്രോഗ്രാം ഓർ കോഴ്സ്. നമുക്ക് വേറെ എന്താ പറയുക, പ്രോഗ്രാമിൻ്റെ ഇടയിൽ നടത്തുന്ന ഒരു ടെസ്റ്റാണ് ഫോർമേറ്റീവ് ടെസ്റ്റ്. എന്നാൽ സമ്മേറ്റീവ് ടെസ്റ്റ് പറഞ്ഞതാണ് പ്രോഗ്രാം ഓർ കോഴ്സ് അറ്റ് ഇറ്റ്സ് കൺക്ലൂഷൻ. പ്രോഗ്രാമിൻ്റെ അവസാനം കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റാണ് സമ്മേറ്റീവ് ടെസ്റ്റ്. CC എന്താണ് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. നോം റെഫറൻസ് ടെസ്റ്റിംഗ് പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസസ് റിസൾട്ട്സ് അലോവിങ് ആൻഡ് educated to see if a student or group of students have performed better or worse. Criteria reference പറയുകയാണെങ്കിൽ student performance against a fixed set of predetermined criteria or learning standards. ആ കൊടുത്തിരിക്കുന്ന ആ ഫ്രേസിൽ തന്നെ ഉത്തരമുണ്ട്. ഓക്കെ, അതായത് ഫ്രേസിൽ തന്നെ അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടെന്നാണ്. ആൻഡ് ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് D, criterion reference testing. And the fourth one is who advocated the creation of a classless society. Options are Plato, Auguste Comte, M.K. Gandhi and Karl Marx. പ്ലേറ്റോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അഥേനിയൻ ഫിലോസഫറാണ്. പിന്നെ അഥേനിയൻ ഫിലോസഫേഴ്സിൻ്റെ ക്രോണോളജി പറയുകയാണെങ്കിൽ സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, അലക്സാണ്ടർ ദി ഗ്രേറ്റ് ആണ്. അഗസ്റ്റെ കോംതെ ഫാദർ ഓഫ് സോഷ്യോളജി ആണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഫാദർ ഓഫ് അവർ നേഷൻ. കേലോ? യെസ്, കാൾ മാർക്സ് ആണ് ക്ലാസ്ലെസ് സൊസൈറ്റി ദ ക്രിയേഷൻ, ഒരു ക്രിയേറ്റ് എന്ന് പറയാം. ഇപ്പോൾ കാൾ മാർക്സ് പറയുകയാണെങ്കിൽ ജർമ്മൻ ഫിലോസഫറാണ്, എക്കണോമിസ്റ്റാണ്, ഹിസ്റ്റോറിയനാണ്, സോഷ്യോളജിസ്റ്റാണ്. ആൻഡ് വൺ ഫോർ ഈസ് നോട്ടബിൾ വർക്ക്സ് ഓർ മാഗ്നം ഓപ്പസ്, ദാറ്റ് ഈസ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ദാസ് ക്യാപിറ്റൽ. അപ്പോൾ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉത്തരങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് അസേർഷൻ. Motivation is important in the process of teaching and learning. Reason: motivation is attraction towards a goal and clarifies its meaning. Incorrect. Sorry, only A is correct, R is incorrect. Only R is correct, only R is correct. And the correct option is both A and R are correct. Okay. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. മോട്ടിവേഷൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. മോട്ടിവേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അതുപോലെ തന്നെ മോട്ടിവേഷൻ ഈസ് അട്രാക്ഷൻ ടുവേർഡ്സ് എ ഗോൾ ആൻഡ് ക്ലാരിഫൈസ് ഇറ്റ്സ് മീനിങ്. ബോത്ത് ആർ കറക്റ്റ്. ആൻഡ് ദ സിക്സ്ത് വൺ ഈസ് ഹു സെഡ് ദിസ്? എഡ്യൂക്കേഷൻ ഇസ് മാൻ മേക്കിംഗ്. ഇറ്റ് ഈസ് ദാറ്റ് ബൈ വിച്ച് character is formed, strength of mind is increased, intellect is expanded, and by which man can stand on his own feet.
ഓപ്ഷൻസ് ആർ വിവേകാനന്ദ, ടാഗോർ, ദയാനന്ദ സരസ്വതി, നൺ ഓഫ് ദീസ്. വിവേകാനന്ദയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വേറൊരു കോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എഡ്യൂക്കേഷൻ ഇസ് എ മാനിഫെസ്റ്റോ പെർഫെക്ഷൻ ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ മാൻ. അത് സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട്. ടാഗോർ പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ടാഗോർ ഇന്ത്യൻ വംശജനായ ആദ്യത്തെ നോബൽ സമ്മാൻ ജേതാവാണ്. ഗീതാഞ്ജലിക്കായി കിട്ടിയിരിക്കുന്നത്. ടാഗോറിൻ്റെയും കുറേയധികം കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ശാന്തി നികേതൻ അദ്ദേഹത്തിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ദയാനന്ദ സരസ്വതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആര്യ സമാജിൻ്റെ സ്ഥാപകയാണ്. ആൻഡ് ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് എ, വിവേകാനന്ദ. ആൻഡ് ദ സെവൻത്ത് വൺ ഈസ് which of the following is the apex in the area of teacher education in India? Options are UGC, MHRD, NCTE and NCRT. UGC എന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ. MHRD മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. NCTE നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. NCRT നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ആൻഡ് ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് NCTE. NCTE ആണ് കറക്റ്റ് ഓപ്ഷൻ, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ആൻഡ് ദ എയ്ത്ത് വൺ, as per NCTE norms, National Council for Teacher Education, what should be the pattern of teaching staff for a unit of 100 students at B.Ed level? Options are 1+7, 1+9, 1+10, 1+5. അതായത് 100 കുട്ടികൾക്ക് എത്ര ടീച്ചർ? മിനിമം 1+7. 100 കുട്ടികൾക്ക് 7 ടീച്ചേഴ്സിന് വേണമെന്നാണ് എങ്ങനെ NCTE നോംസ് പറയുന്നത്. ആൻഡ് ദ നയൻത്ത് വൺ ഈസ് ടെക്നോ പെഡഗോജിക് കോമ്പിറ്റൻസി ഈസ്. ഓപ്ഷൻസ് ആർ എ സയൻസ് ഓഫ് യൂസിങ് ടെക്നോളജി ഇൻ ടീച്ചിങ്, a technique of combining principles of technology and principles of teaching, a set of skills of interweaving technology into teaching and learning both scientifically and aesthetically, a competence to develop techno-pedagogic systems in the education. ഉത്തരത്തിലേക്ക് കടക്കുന്ന മുമ്പായിട്ടൊരു കാര്യം പറയാം. ഇന്നത്തെ കാലഘട്ടം പറയുകയാണെങ്കിൽ വളരെയധികം ഓൺലൈൻ കാലഘട്ടമാണ്. സോ വി ഹാവ് ടു നോ അബൌട്ട് ടെക്നോളജി, ടെക്നോ പെഡഗോജിക്. ആൻഡ് ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, a set of skills of interweaving technology into teaching and learning both scientifically and aesthetically. And the last one is the 10th one, socialization is a process by which the individual is adapted to his. Options are classroom, social, political and cultural environment. ഇപ്പോൾ ചോദ്യത്തിൽ സോഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരത്തിൽ ഉണ്ടാവും, സോഷ്യലൈസേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ സോഷ്യൽ ഉണ്ടാവും. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് സോഷ്യൽ എൻവിറോൺമെൻറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡോൾസൻ സൈക്കോളജിയുടെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ 10 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് റിവൈസ് ചെയ്യുക 2-3 വട്ടം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.